ഇപ്പോൾ പല പാർട്ടികളും പ്രത്യേകിച്ച് DMK നമ്മളുമായിട്ട് സഖ്യത്തിലായിരുന്നതാണ്, അവർ വരില്ല എന്ന് പറഞ്ഞു. പലർക്കും പ്രശ്നങ്ങളുണ്ട്. CPM തന്നെ പ്രശ്നമുണ്ട്. രാഹുൽ ഗാന്ധി വന്നിട്ട് സഖ്യത്തിനെതിരെ സഖ്യമര്യാദ ലംഘിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന്. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? മറ്റ് പാർട്ടികൾ ഇന്ത്യ സഖ്യം ദുർബലപ്പെടുകയാണോ? അങ്ങനൊന്നുമില്ല. ഇന്ത്യ മഹാരാജ്യം പോലത്തെ ഒരു രാജ്യത്തെ ഓരോ പ്രദേശങ്ങളിലൊക്കെ ഓരോ സംസ്ഥാനങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഇഷ്യൂയാണ്. രാഷ്ട്രീയ ഭിന്നിപ്പൊക്കെ ഉണ്ടാവും. അതിപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇലക്ഷൻ്റെ മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇലക്ഷൻ കഴിഞ്ഞാലും ജനകീയ പ്രശ്നങ്ങൾ യോജിച്ച് മുന്നേറണ്ടേ? ഇപ്പോൾ എവരിഡേ എന്നുള്ള നിലക്കാണ് ഓയിൽ വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്ര പ്രശ്നങ്ങൾ ഇപ്പോൾ തങ്ങളിവിടെ പരാമർശിച്ച നീറ്റ് എക്സാമിനേഷൻ, ഇതൊക്കെ ഏതെങ്കിലും ഒരു രാജ്യത്ത് സംഭവിക്കുന്നതാണോ? അനവധി പ്രശ്നങ്ങളുണ്ട്. അതിലൊരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. എല്ലാം തെരഞ്ഞെടുപ്പല്ലല്ലോ. തെരഞ്ഞെടുപ്പ് വരുമ്പോഴല്ലേ. ഇന്ന് വ്യാപകമായിട്ട് ഡൽഹിയിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് മുൻകാലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരുന്ന നേതാക്കൾ പല ഘട്ടങ്ങളിലായി പറഞ്ഞ പരാമർശങ്ങൾ പിണറായി വിജയൻ പറഞ്ഞതുണ്ട്, അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റർ ഒട്ടിക്കാൻ എല്ലാവർക്കും കഴിയില്ലേ? പോസ്റ്റർ അല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കണം. കാര്യങ്ങൾ അതിന്റെ നിൽക്കവും പോസ്റ്റർ അതിന്റെ നിൽക്കവും അതിൽ കാര്യമൊന്നുമില്ല. CPM ഈ യോഗത്തില് CPM ഡീൽ എന്ന ആരോപണത്തിൽ അതൃപ്തി അറിയിക്കുന്നു. അതൊക്കെ നിങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞൂടാ. മീറ്റിംഗിന്റെ മുമ്പ് മറ്റ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളോ സംസ്ഥാന രാഷ്ട്രീയത്തിലോ കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്നാണ് അതൊക്കെ ഓരോരോ അഭിപ്രായങ്ങളില്ല. ആരാ മര്യാദ പാലിക്കാത്തത് എന്നുള്ളതൊക്കെ അതൊക്കെ വിശകലനം ചെയ്ത് നോക്കി പറയേണ്ട കാര്യങ്ങളാണ്. അതിപ്പോ ഭിന്നിപ്പ് കൂട്ടാരെ അത്തരം ചർച്ച ഉപകരിക്കുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി ഒന്നിക്കാൻ വല്ല വഴിയുണ്ടോ നോക്കുക. രാജ്യത്തെ പ്രശ്നങ്ങൾ അത്രക്ക് ഗുരുതരമാണ്. അതാണ് നോക്കേണ്ടത്. DMK തിരിച്ചു കൊണ്ടുവരണമെന്നൊരു അഭിപ്രായം മുസ്ലിം ലീഗിൽ ഇന്ന് മീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് അതിനനുസരിച്ച് അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.